എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ലളിതമായിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ ഗോബി 65. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടല്ലേ, ഗോബി വളരെ കുറച്ച് ഐറ്റംസ് മാത്രമല്ല ചേച്ചി ചെയ്തിട്ടുള്ളത്, പനീറിൻ്റെ പോലെ തന്നെയാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇനി ഒട്ടും വൈകാണ്ട് ഒരു ഗോബിയുടെ റെസിപ്പി കൊണ്ടുവരാമെന്ന്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പം, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നലെ ഇട്ടുണ്ടായിരുന്ന നമ്മുടെ വാനില ഐസ്ക്രീം ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യാൻ മറക്കരുത്. അതിൽ വിപ്പിംഗ് പൗഡറിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീം ഉണ്ടല്ലോ, അതിൽ ഞാൻ വിപ്പിംഗ് പൗഡർ വെച്ചിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സെയിം പ്രൊസീജിയറാണ്. പൗഡറിൽ നിന്ന് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് ഗോബി 65 തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗോബി 65 ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഗോബിയുടെ, അതായത് കോളിഫ്ലവറിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ 300 ഗ്രാം വെയിറ്റ് ഉണ്ട്. അതായത് 1/4 കിലോ മുതൽ 300 ഗ്രാം വരെ ആവാം. അപ്പോൾ അത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ പൂക്കളായിട്ട് ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കഷ്ണങ്ങൾ എടുക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഗോബി 65 ഒക്കെ ചെയ്യുമ്പോൾ, ഗോബി 65 എന്നല്ല, ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോഴും ഏത് റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിലും ചെറിയ ചെറിയ പൂവിൻ്റെ അതിലുകൾ നമ്മൾ മുറിച്ചെടുക്കുക. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിലുള്ള അതിലുകൾ എടുക്കുകയാണെങ്കിൽ ഉള്ളിലൊക്കെ നന്നായി അങ്ങ് കുക്കായി കിട്ടും. മാത്രമല്ല എളുപ്പത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഇതിൻ്റെ ഉള്ളിലങ്ങ് നന്നായി അങ്ങ് വെന്ത് കിട്ടാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഇതുപോലെ, പിന്നെ നമ്മൾ മാവിൽ മുക്കിയിട്ടല്ലേ അങ്ങ് ഫ്രൈ ചെയ്യുന്നത്, അപ്പോൾ സൈസ് അങ്ങ് ഒരുപാട് അങ്ങ് വലുതായിട്ട് മാറും. അതുകൊണ്ട് ഈ ഒരു സൈസിലുള്ള അതിലുകൾ നമ്മൾ എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 300 ഗ്രാം ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ പോലും, അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചെറിയ ചെറിയ പുഴുക്കൾ അതുപോലെ തന്നെ കേടൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ലതാണെങ്കിൽ പോലും റിസ്ക് എടുക്കണ്ട. ഞാനതിൻ്റെ ഉള്ളിലത്തെ എന്തെങ്കിലും കേടുകളുണ്ടെങ്കിൽ പോകാനും അതുപോലെ കീടനാശിനികൾ ഉണ്ടെങ്കിൽ അത് മാറാനും വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ല തിളച്ച വെള്ളം, നല്ല ബോയിൽഡ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ അടുപ്പത്ത് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് മൂടി വെച്ചാലും മതി. പിന്നെ കുക്ക് ചെയ്യുന്നില്ല നമ്മളിത്, മനസ്സിലായില്ലേ? തിളപ്പിക്കുന്നില്ല, തിളച്ച വെള്ളം ഒഴിച്ച് അങ്ങ് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ളിലുള്ള എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിരിക്കുന്ന കാരണം കേട്ടോ. അപ്പം മാത്രമല്ല ഈ കോളിഫ്ലവറിന് ചെറിയൊരു നല്ല സോഫ്റ്റ്നെസ് വരും. ഒന്ന് സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് മൂടി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് അങ്ങ് അടച്ചു വെക്കുക. ഒരുപാട് നേരം ആയിക്കഴിഞ്ഞാൽ ഇത് ഒരുപാട് അങ്ങ് കുക്കായി പോകും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റിനാവാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതായത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. എനിക്ക് ഈ കോളിഫ്ലവറിൻ്റെ ഈ സമയത്തെ സ്മെല്ല് അങ്ങനെ ഇഷ്ടപ്പെടുന്നേ ഇല്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. ആദ്യം തന്നെ വെള്ളം ഊറ്റിക്കളയുക. അതിനുശേഷം ജസ്റ്റ് ഒന്നും കൂടെ വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് കൊണ്ടുവരാം. ഇതാ ഞാനിപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓവറായിട്ട് ഇതങ്ങ് കുക്കാവാൻ പാടില്ല. ഓവറായി കുക്കായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ടേസ്റ്റ് കിട്ടില്ല. പക്ഷേ ഇത് നന്നായിട്ടൊന്ന് വാടുകയും വേണം. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ 5 മിനിറ്റ് അടച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് കുഴിയുള്ളൊരു പാത്രം എടുക്കുക. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അത് ഏത് അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ അപ്പത്തിൻ്റെ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒന്നില്ലെങ്കിൽ മൈദ, അതല്ലെങ്കിൽ ആട്ട. ഞാനിപ്പോൾ തൽക്കാലം മൈദയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് മൈദ വേണ്ട എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം കേട്ടോ. അതും സെയിം അളവാണ്. അതായത് 2.5 ടേബിൾ സ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെയാണ് മൈദ ഞാനിതിൽ ചേർക്കാൻ പോകുന്നത്. അതല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഞാൻ പറഞ്ഞ പോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/4 ടേബിൾ സ്പൂൺ റവ. വറുത്ത റവയായാലും കുഴപ്പമില്ല, വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. ഏത് റവയാണെങ്കിലും 1/4 ടേബിൾ സ്പൂൺ. അതൊരു ക്രഞ്ചി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അരിപ്പൊടി ചേർക്കുമ്പോഴും നല്ല ക്രിസ്പി എഫക്റ്റ് കിട്ടും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഞാൻ 1.25 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് അളന്നെടുത്തിരിക്കുന്നത്. അതായത് കോൺഫ്ലോർ ഒരുപാട് കൂടാൻ പാടില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് സ്റ്റിക്കി ആയിട്ട് മാറും. ഈ ചേർത്തിരിക്കുന്ന 4 ടൈപ്പ് പൊടികളും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്
കാശ്മീരി മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടിയല്ല, കാശ്മീരി മുളക് പൊടി. അതായത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിതിൽ എക്സ്ട്രാ കളർ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ഇട്ടതിന് ശേഷം കളർ പൊടി ചേർത്താൽ മതി. പക്ഷേ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ആണ് ചേർക്കുന്നത്. അതുകൊണ്ട് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് നമ്മൾ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേസമയം എരിവുള്ള മുളക് പൊടി മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ 3/4 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാലയുടെ പൊടിയാണ്. ഗരം മസാല നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പ് എപ്പോഴും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യുക. സാധാരണ ഇതൊക്കെ നമ്മൾ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴാണല്ലേ കൂടുതൽ ഗോബി 65 ഒക്കെ ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ താലിയുടെ മീൽസിൻ്റെ കൂടെ ഉണ്ടാവും. അതൊക്കെ വളരെ, എനിക്ക് മാത്രമല്ല, ഇത് ഹോസ്റ്റലിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് റേഷനായി കിട്ടിക്കൊണ്ടിരുന്നിരുന്നൊരു സംഭവമായിരുന്നു ഗോബി 65. ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ എനിക്ക് ഗോബി 65 മനസ്സിലേക്കൂടെ ഓടി വരുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി അല്പം കായത്തിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ ഒരു നുള്ള് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ പൊടികളും മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അത് പേസ്റ്റ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ചതച്ചതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ചതച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചെടുത്തിട്ടുള്ളതാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു തണ്ട് കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തത്. കറിവേപ്പില നിർബന്ധമൊന്നുമില്ല, കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ കറിവേപ്പിലയും പച്ചമുളക് ഇടണമെന്നില്ല. അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതാക്കി നുറുക്കിയത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ലെമൺ ജ്യൂസിൻ്റെ അളവ് എന്ന് പറയുന്നത് ഡിപ്പെൻസ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് അത്യാവശ്യം പുളി വേണം, ചിലവർക്ക് അധികം പുളി വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോബി 65 കഴിക്കാൻ എങ്ങനെയാണ് ഇഷ്ടം അതനുസരിച്ച് വേണം ഇതിൽ ഒഴിക്കുന്ന ലെമൺ ജ്യൂസിൻ്റെ അളവ് തീരുമാനിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ബാറ്റർ മിക്സ് ചെയ്തതിന് ശേഷം കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഞാനിതിലേക്ക് ഒരു മല്ലിയുടെ ഇല കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തമിഴ്നാട് ഫ്ലേവർ കിട്ടാൻ മല്ലിയുടെ ഇല അത്യാവശ്യമാണ്, അത് ഇടാൻ മറന്നുപോയതാണ്. പിന്നെ ഞാൻ സാധാരണ ഇത് ഉണ്ടാക്കാറുണ്ടെങ്കിലും എനിക്ക് എന്താ പറയുക, പെർഫെക്ഷൻ ആണെന്ന് തോന്നിയത് എനിക്കിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തപ്പോഴാണ്. കാരണം ഞാൻ സാധാരണ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇതിൽ റവ ഇടാറുണ്ടായിരുന്നില്ല. റവ ഇല്ലാണ്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അത്ര ഒരു ഹോട്ടലിൽ കിട്ടുന്ന ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നില്ല. എന്തോ ഒരു മിസ്സിങ് ആണ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ക്രഞ്ചി ആയിരുന്നു, പക്ഷേ അത്രയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ക്രഞ്ചിനെസ് ഉണ്ടാവാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ റെസിപ്പീസ് ഇങ്ങനെ സെർച്ച് ചെയ്തു, ഒരുപാട് ബ്ലോഗും അതൊക്കെ നോക്കിയപ്പോൾ അങ്ങനെയാണ് ഒരു ബ്ലോഗിൽ നിന്നാണ് എനിക്കൊരു ടിപ്പ് കിട്ടിയത്, ഇതുപോലെ റവ ചേർക്കാൻ. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്, ആ ഒരു ടിപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ വെള്ളത്തിൻ്റെ അംശമുണ്ട് നമ്മുടെ കോളിഫ്ലവർ, ഡ്രെയിൻ ചെയ്തതാണെങ്കിൽ പോലും കുറച്ച് വെള്ളമുണ്ട്. ആദ്യം ഇതിലേക്ക് നന്നായിട്ട് അങ്ങ് എല്ലാ ഭാഗത്തേക്കും ഈ പൊടികൾ എത്തട്ടെ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരല്പം നല്ലെണ്ണയാണ്. അതായത് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി, ഒരു തമിഴ്നാട് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി വലിയ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സൗകര്യമായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ചില ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ പെരുംജീരകത്തിൻ്റെ സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരുപാട് അങ്ങ് പെരുംജീരകത്തിൻ്റെ സ്മെല്ല് പോലെ തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെരുംജീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്പം പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇവിടെ പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നില്ല. നമുക്കിനി അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിടുമ്പോഴും സൂക്ഷിക്കുക, അങ്ങ് പൊടിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണേ. വെള്ളത്തിൻ്റെ അളവ് ഞാൻ അവസാനം പറഞ്ഞുതരാം, എത്ര വെള്ളം എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കോളിഫ്ലവർ അനുസരിച്ച് മാറ്റം വരുത്തുക വെള്ളത്തിൻ്റെ അളവിൽ. ഇതുപോലെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന പോലെ ആവണം. ഒരുപാട് അങ്ങ് വെള്ളം വേണ്ട. നമ്മൾ ഇനിയിപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് അങ്ങ് വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ചിലവർ ചെയ്യാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം ഈ കോളിഫ്ലവർ മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എനിക്ക് ഇതാണ് കുറച്ചും കൂടി നന്നായി തോന്നുന്നത്. അപ്പോൾ ഇതാവുമ്പോൾ ഈ കോളിഫ്ലവറിൽ നിന്ന് ബാറ്റർ എണ്ണയിലിടുമ്പോൾ പുറത്തേക്ക് പോകുന്നില്ല. സാധാരണ രീതിയിൽ ചില സമയത്ത് ചെയ്യുമ്പോൾ ഈ കോളിഫ്ലവർ തനിയെ കിടക്കും, നമ്മൾ ഇട്ടിരിക്കുന്ന ബാറ്റർ തന്നെ ഊരി അതിന് കവർ ഊരി പോണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക, ഉപ്പും എരിവും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട്. എരിവൊക്കെ കുറവാന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് സ്പൈസ് ലെവൽ നിങ്ങൾ കൂട്ടി കൊടുക്കുക, ഉപ്പ് അതിനനുസരിച്ച് കൂട്ടി കൊടുക്കുക. ഇപ്പോൾ ഞാൻ നോക്കിയാൽ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇതൊരു മിനിമം 20 മിനിറ്റെങ്കിലും, ഓവർനൈറ്റും ഒക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ മിനിമം 20 മിനിറ്റെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ
ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അടച്ച് വെക്കുക. അതിനുശേഷം അങ്ങ് പൊരിച്ചെടുക്കുക. അപ്പോൾ അതായത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാത്രം വയ്ക്കുക, അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ചും കൂടി കുഴിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ച് എണ്ണ മതിയാകും. അപ്പോൾ നമുക്കിതൊരു മീഡിയം ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കുക. ഇപ്പോൾ ചൂടായിട്ടുണ്ട്, ആ ബബിൾസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത് കേട്ടോ. ഓരോ പീസസായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാത്തിലും മസാല പരണ്ടിട്ടുണ്ട്. അതായിരിക്കണം നമ്മളുടെ കൺസിസ്റ്റൻസി. അല്ലാതെ ഒരുപാട് ബാറ്റർ ലൂസ് ആവേണ്ട ആവശ്യമില്ല ഈ 65 ഉണ്ടാക്കുമ്പോൾ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ പീസാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടുകയും ചെയ്യും. അത്രയും ഉള്ളിലേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വലിയ പീസ് ഇടുമ്പോഴാണ് നമുക്കൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ 2-3 ബാച്ചായിട്ട് നമുക്കിതങ്ങ് ഫ്രൈ ചെയ്ത് എടുക്കാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. ആ കോട്ടിങ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഗോബി 65 നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ ആദ്യമൊക്കെ നമ്മുടെ വാഷപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഫോളോ ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ റെസിപ്പിയൊക്കെ നല്ലതാണ്. പക്ഷേ എനിക്ക് കോട്ടിങ് പ്രശ്നമായിരുന്നു, എപ്പോഴും പുറത്തേക്ക് വരുമായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നന്നായി തോന്നി. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എരിവോ ഉപ്പോ പുളിയോ ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അടുത്ത ബാച്ചിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് തിക്കാക്കി ഇടണ്ട, നമുക്ക് മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊരു 3 ബാച്ചായിട്ട് നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്രൈയിങ് വീഡിയോസിലും പറയാറുള്ള കാര്യം തന്നെയാണിത്. അതായത് എണ്ണയുടെ ചൂട് ശ്രദ്ധിക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, അതേസമയം ലോ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഗോബി മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ഗോബി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ കോൺഫ്ലോറും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടില്ല, അത് താഴെ ഇങ്ങനെ അടിഞ്ഞു കൂടും. അത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കോൺഫ്ലോർ താഴെ കിടക്കും, നമ്മുടെ ഗോബിയിലൊന്നും കോൺഫ്ലോർ പിടിക്കില്ല കേട്ടോ. നല്ല സ്മെല്ലാണ് ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോടെ വരുന്നത്. അതായത് നമ്മളതിൽ ചേർത്തിരിക്കുന്ന ഗരം മസാലയുടെയും കറിവേപ്പിലയുടെയും മല്ലിയുടെ ഇലയുടെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കളർ നമ്മൾ ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇതിൽ കളർ കുറച്ച് കുറവാണ്. അപ്പോൾ എത്ര നിങ്ങൾക്ക് ഇത് ഫ്രൈ ആവണം അത്രയും സമയം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം എടുത്തിട്ട് കഴിച്ച് നോക്കുക. ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചോവ ഉണ്ടാവും, അത് നന്നായിട്ട് മാറണം. ചില സമയത്ത് നമ്മൾ അധികം ഫ്രൈ ശരിയായിട്ടില്ലെങ്കിൽ ആ ഒരു പച്ച സ്മെൽ ഉണ്ടാവും. ഞാനിതങ്ങ് കോരി എടുക്കാൻ പോവുകയാണേ. പിന്നെ ഇച്ചിരി ചൂടാറി കഴിഞ്ഞാലാണ് ക്രിസ്പിനെസ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് എണ്ണയിൽ നിന്ന് കോരി മാറ്റി എടുക്കുക. ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ബാച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ, അതായത് ക്രിസ്പിനെസ് ഒക്കെ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ അതിലേക്ക് അരിപ്പൊടിയും അതുപോലെ തന്നെ ഇച്ചിരി റവയും കോൺഫ്ലോറൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും താഴെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി, നമ്മളിങ്ങനെ ഓരോ കഷ്ണം ഇടുമ്പോഴും അതിൽ കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തേക്കും മാരിനേഷൻ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം. അതായത് മസാല എല്ലാ ഭാഗത്തേക്കും വന്നിട്ടുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ഓരോരുത്തരും ഉണ്ടാക്കുമ്പോഴും ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കറക്റ്റ് അളവായിരിക്കില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും കോളിഫ്ലവറിൻ്റെ അളവിലൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചേർക്കുന്ന പൊടികളുടെ അളവ് തീരുമാനിക്കാൻ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മാരിനേഷൻ എത്തണം, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ ഇതിപ്പോൾ ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. അതായത് ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ 65 ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചിക്കൻ 65 ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു സോസ് പോലെ ഉണ്ടാക്കിയിട്ട് ആ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങളിൽ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ചില ആന്ധ്രയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ സ്ട്രീറ്റിൽ കിട്ടുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണിത്, ചിക്കൻ 65 പോലെ തന്നെ ഗോബി 65. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൈരിൻ്റെ ഒരു സോസ് ഉണ്ടാക്കും. ഈ പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് വഴറ്റി അതിനുശേഷം അതിലേക്ക് ചില്ലി സോസൊക്കെ ഒഴിച്ച് തൈരൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് സ്ട്രീറ്റിൽ ഉണ്ടാക്കുന്ന റെസിപ്പി. പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എന്തോ അത്രയും ഇഷ്ടപ്പെട്ടില്ല. കാരണം തൈരും കൂടെ വരുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ്, ഒരു ഓവർ പുളി പോലെ തോന്നുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ വീണ്ടും ഒരു തൈരിൻ്റെ സോസിലേക്ക് ഇടുമ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ലെമൺ ജ്യൂസ് വെച്ചിട്ട് ഉണ്ടാക്കി, അതായത് സെയിം ചിക്കൻ 65 റെസിപ്പി ഉണ്ടാക്കി നോക്കിയപ്പോഴും ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് മാത്രം മതി, ഇങ്ങനെ തന്നെ മതി, ജസ്റ്റ് ഫ്രൈയിങ് മാത്രം മതി, സോസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചിക്കൻ 65 റെസിപ്പി എടുത്തിട്ട് സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഈ ഗോബി 65ക്ക് ഈ ഒരു മെത്തേഡ് മാത്രം മതി എന്നാണ് എൻ്റെ അഭിപ്രായം. സോസ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ആവാറായിട്ടുണ്ട്. നല്ല ക്രിസ്പി ഫീലിംഗ് ഉണ്ട്, നമ്മൾ തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതങ്ങ് കോരി മാറ്റി വെക്കണം. അപ്പോൾ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കണം. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ കുക്കായിട്ടുണ്ടോയെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നമ്മളിത് എടുക്കാൻ പാടുള്ളൂ.
ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറേ അങ്ങോട്ട് മാറിപ്പോവും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ബാച്ച് റെഡി ആവാറായിട്ടുണ്ട്. നമുക്കിനി ഈ എണ്ണയിലോട്ട് തന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്ത് കോരി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോപിയുടെ മേലെ കൂടി ഇട്ട് കൊടുക്കാം. അത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇത് തനിയെ കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. എൻ്റെ മക്കളൊക്കെ സോസിൻ്റെ കൂടെ കഴിക്കുക. പക്ഷേ നമ്മളൊക്കെ സാധാരണ രീതിയിൽ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കഴിക്കും. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. നമുക്കിതങ്ങ് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 6 പച്ചമുളക് നെടുകെ മുറിച്ചിട്ടുണ്ട്. അതങ്ങ് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ടതിന് ശേഷം മാറി നിൽക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ അങ്ങ് പച്ചമുളകിൻ്റെ കുരുവൊക്കെ ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് കണ്ണിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. പച്ചമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ആ ഗോപിക്ക് ഒരു പ്രത്യേക ഫ്ലേവറും കിട്ടും. അതുപോലെ തന്നെ ഒരു കാണാനൊരു ഭംഗിയാണല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അതിനുവേണ്ടി മാത്രം ചെയ്യുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചമുളകിൻ്റെ എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം കേട്ടോ. ഞാനിപ്പോൾ അത്ര എടുത്തിട്ടില്ല എന്ന് മാത്രം. കരിയാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുന്നത്. ഇപ്പോഴും നമ്മുടെ തീ ഏകദേശം നമ്മുടെ പച്ചമുളക് ഒന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില നന്നായി വാഷ് ചെയ്തിട്ട് വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ്. അതൊക്കെ ഇടുമ്പോൾ മാറി നിൽക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എനിക്കൊക്കെ ഇത് പൊട്ടൽ വരുന്ന എവിടേക്കെന്ന് അറിയാം. എൻ്റെ കഴുത്തിലേക്കാണെങ്കിൽ എണ്ണ പൊട്ടിത്തെറിക്കുക. കഴുത്ത് മുഴുവൻ ഇങ്ങനെ കറുത്ത കുത്തുകളായിരിക്കും പൊള്ളിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് സൂക്ഷിക്കാൻ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇടാം കേട്ടോ. ആ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മതി. നമുക്കിതങ്ങ് കോരി മാറ്റി അതിന് മേലെ കൂടെ ഒക്കെ തന്നെ ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടെ അങ്ങ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വീട് മുഴുവനും. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത്രേ ഉള്ളൂ പരിപാടി. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ആവശ്യമുള്ളപ്പോൾ അങ്ങനെ വറുത്തെടുത്ത് കഴിക്കുക. പ്രത്യേകിച്ച് നോൺ വെജൊക്കെ കഴിക്കാൻ പറ്റാത്ത സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്രൈ ആണ്. പിന്നെ വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെട്ടൊരു ഫ്രൈ അല്ലേ. അത് തമിഴ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് വരിക കേട്ടോ. നമ്മൾ കേരള റെസ്റ്റോറൻറ്റിൽ ഗോബി 65 കഴിച്ചാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. പക്ഷേ തമിഴ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ പരിപാടി നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 എന്നാണ് വായിൽ വരുന്നത്. സോറി, ഗോബി 65. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സോസ് വേണമെന്നുണ്ടെങ്കിൽ സോസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അത് കാണാൻ എൻ്റെ ചിക്കൻ 65ൻ്റെ വീഡിയോ കാണാൻ മറക്കരുത്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം എടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല കറുമുറായിരിക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള എല്ലാ ടേസ്റ്റും പെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് എരിവിന് എരിവുണ്ട്, പുളിക്ക് പുളിയുണ്ട്, എല്ലാം കൂടി അടിപൊളിയായിട്ടുള്ള ഒരു ഗോബി 65 ആണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്കാണ് എൻ്റെ ശക്തി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. கொஞ்சம் ஓவரா தெரியலையா உங்களுக்கு? ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ലളിതമായിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ ഗോബി 65.